ഇപ്പോൾ നമ്മളെ സയൻസ് ന്യൂസും സയൻസ് വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്നത് നമ്മളൊരു ബ്ലാക്ക് ഹോളിനകത്താണോ ജീവിക്കുന്നത്. ഇതൊരു പുതിയ ഐഡിയ ഒന്നുമല്ല, ഇത് കുറേ നാളായിട്ട് ഡിസ്കഷനിലുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫിസിസിസ്റ്റ് ഇതിൻ്റെ കുറച്ചും കൂടെ എന്താ പറയുക, അവർ ക്ലെയിം ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് ഹോളിനകത്താണ് ജീവിക്കുന്നത് എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുന്നു. ബിഗ് ബാങ് തിയറിയൊക്കെ മൊത്തത്തിൽ തെറ്റാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സയൻറ്റിഫിക് വേൾഡിലെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രപഞ്ചത്തിൻ്റെ അകത്തോട്ട്, അതായത് പുറത്തുനിന്ന് പ്രപഞ്ചത്തിൻ്റെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ തിയററ്റിക്കലി നമ്മുടെ ബ്ലാക്ക് ഹോളിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബേസിക് ഐഡിയയിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മളൊരു ബ്ലാക്ക് ഹോളിനകത്താണ് ജീവിക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോൾ എപ്പോഴും ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, എക്സ്ട്രീം ഗ്രാവിറ്റി കൊണ്ട് അതെല്ലാത്തിനെയും അകത്തേക്ക് പുൾ ചെയ്യുന്നു, അതിൻ്റെ ഹൊറൈസൺ ചെറുതായി വരുന്നു, അങ്ങനെ അത് ഇവഞ്ച്വലി അത് ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ പ്രപഞ്ചം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പ്രപഞ്ചത്തിൻ്റെ എഡ്ജ്, നമ്മൾ പ്രപഞ്ചത്തിനെ എപ്പോഴും പറയുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് യൂണിവേഴ്സ് എന്നുള്ള ഒരു തിയറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറക്ഷൻ തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് എന്നല്ലാതെ ബ്ലാക്ക് ഹോളിൻ്റെ അകത്തും പ്രപഞ്ചത്തിൻ്റെ അകത്തും തിയററ്റിക്കലായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇത് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, തലതൊട്ടപ്പൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും. ഐൻസ്റ്റൈൻ്റെ ജനറൽ റിലേറ്റിവിറ്റിയിലേക്ക് തന്നെ നമ്മൾ പോകേണ്ടി വരും ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ. ജനറൽ റിലേറ്റിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, വലിയ ബോഡീസ്, സൂര്യൻ, നക്ഷത്രങ്ങൾ, അതുപോലെ ഗാലക്സികൾ, അതിൻ്റെയൊക്കെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അതെല്ലാം ചെറുതായി എങ്ങോട്ടെത്തും, ഒരു ബ്ലാക്ക് ഹോളിൻ്റെ പരുവത്തിലേക്ക് എത്തും. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് എന്താണ്, ജനറൽ റിലേറ്റിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഒരു ഫാബ്രിക്, അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മൊത്തം എന്ത് വെച്ചിട്ടാണ്, സ്പേസ് ടൈം എന്ന് പറയുന്ന ഒരു ഫാബ്രിക് വെച്ചിട്ടാണ്. അപ്പോൾ ഈ വലിയ ബോഡി, സൂര്യനോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ പോലത്തെ വലിയ ബോഡിക്കൊക്കെ എന്തുണ്ട്, ഈ സ്പേസ് ടൈമിനെ കർവ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. വലിയ മാസീവായിട്ടുള്ള ബോഡികൾക്ക് അല്ലെങ്കിൽ ഹൈ എനർജി ഉള്ള ബോഡികൾക്കൊക്കെയാണ് നമ്മളുടെ സ്പേസ് ടൈമിൽ കർവ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് ഉള്ളത്. അപ്പോൾ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർവച്ചർ ഇൻഫിനിറ്റ്ലി സ്മോൾ ആയിട്ട്, അതായത് ഒരു സിംഗുലാരിറ്റിയിലേക്ക് എത്തും. ഈ കർവച്ചറിനേക്കാളും കൂടുതൽ അതൊരു പോയിന്റിലേക്ക് എത്തും. ഈ പോയിന്റിൽ നമ്മളുടെ എനർജി ഡെൻസിറ്റി, അതായത് മൊത്തത്തിലുള്ള എനർജി നോക്കിക്കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിരിക്കും. എനർജി ഡെൻസിറ്റി ഇൻഫിനിറ്റ് ആയിരിക്കും. പക്ഷെ പ്രപഞ്ചത്തിലൊന്നും ഇൻഫിനിറ്റ് ആവാൻ പോസിബിൾ അല്ല. ഈ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പേസ് ടൈം എന്ന് പറയുന്നതിൻ്റെ ക്വാണ്ടം ലെവലിലേക്ക് ഉള്ള കണ്ടുപിടുത്തങ്ങൾ ഇതുവരൊന്നും സംഭവിച്ചിട്ടില്ല. സയൻറ്റിസ്റ്റൊക്കെ അത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ക്വാണ്ടം ഫ്ലക്ച്വേഷനുകൾ കൊണ്ട് നമുക്ക് ഒരിക്കലും ഇൻഫിനിറ്റിൽ എത്താൻ പറ്റില്ല. അതിന് നിശ്ചിതമായിട്ടുള്ള എനർജി ഡെൻസിറ്റിയിലേക്ക് തന്നെയാണ് എത്താൻ പറ്റുള്ളൂ എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. ഇതിനിപ്പോഴും എന്താ പറയുക, കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ആ എനർജി കൺസേർവ്ഡ് ആണെന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പറയുന്നതിന് പോയിന്റ് ഉണ്ട് എന്നുള്ള ഒരു ലെവലിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ പുതിയ സയൻറ്റിസ്റ്റുകൾ പറയുന്ന തിയറിയിൽ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൗളിസ് എക്സ്ക്ലൂഷൻസ് പ്രിൻസിപ്പിൾസ് എന്ന് കേട്ടിട്ടുണ്ടോ, രണ്ട് പാർട്ടിക്കിളിന് ഒരിക്കലും ഒരു സ്ഥലത്തായിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടല്ലോ. ആ തിയറിയാണ് ഇപ്പോൾ പുതിയതായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഉള്ള എന്താ പറയുക, ഈ പ്രപഞ്ചം ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലാണെന്ന് പറയുന്ന തിയറിയുടെ ഏറ്റവും ബേസിക് അടിസ്ഥാനമായിട്ട് അവർ പറയുന്നത്. അപ്പോൾ ഒരു ബ്ലാക്ക് ഹോള് ഏറ്റവും ചെറുതായി വന്ന് സിംഗുലാരിറ്റിയിലേക്ക് എത്തില്ല. പക്ഷേ ഈ നെഗറ്റീവ് പ്രഷർ, അതായത് ചെറുതാവാൻ ഉള്ളത് നെഗറ്റീവ് പ്രഷറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പോസിബിൾ സൈസ് എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടിക്കിളുകളുടെ വികർഷണമായിരിക്കും. ഈ റിപ്പൾഷൻ കാരണം എത്രത്തോളം അകലം, എന്താ പറയുക, ഏറ്റവും പ്രഷർ അപ്ലൈ ചെയ്താൽ പോലും ഈ റിപ്പൾഷൻ കാരണം ഒരു അകലം ഉണ്ടാവും. ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. ആ ഒരു അകലമാണ് അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് സൈസിലേക്ക് വരിക. അതായത് അത് സിംഗുലാരിറ്റിക്ക് എത്തുന്നില്ല, പക്ഷെ ഒരു ഡിസ്റ്റൻസ് വ്യത്യാസത്തിൽ എത്തുന്നു. അതുകൊണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഒരു നിയമങ്ങളും അപ്പോൾ ലംഘിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്സ് ഒന്നും ലംഘിക്കപ്പെടുന്നില്ല. സിംഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ ലംഘിക്കപ്പെടുന്ന ഒരു തത്വമാണ്. അപ്പോൾ ബിഗ് ബാങ് തിയറി അനുസരിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സിംഗുലാരിറ്റി ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. പക്ഷേ ഈ തിയറി അനുസരിച്ചിട്ട് സ്മോളസ്റ്റ് പോസിബിൾ പ്രഷർ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും സിംഗുലാരിറ്റിക്ക് പകരം അവർ വെക്കുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
കുറച്ചും കൂടെ നമുക്കൊന്ന് വ്യക്തമാക്കാം. അപ്പോൾ നമ്മളുടെ നക്ഷത്രങ്ങൾ ചെറുതായി 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 ബ്ലാക്ക് ഹോളിൻ്റെ പരുവത്തിലേക്ക് എത്തും. ഈ ബ്ലാക്ക് ഹോളിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? ബ്ലാക്ക് ഹോളിനകത്ത് മാറ്റർ വീണ്ടും ചെറുതാവാൻ ശ്രമിക്കുന്നു. പക്ഷേ പൗലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കൊണ്ട് അതിന് ചെറുതാവാൻ പറ്റുന്നില്ല. കാരണം അതിലുള്ള മാറ്ററുകൾ തമ്മിൽ ഒരു റിപ്പൽഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ബ്ലാക്ക് ഹോളിനകത്തുള്ള എല്ലാ മാറ്ററുകളും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു എന്താ പറയുക മാക്സിമം പോസിബിൾ എനർജി ഡെൻസിറ്റിയിൽ എത്തുന്നു. അതെത്തിക്കഴിഞ്ഞാൽ അതിനെ അവർ വിളിക്കുന്നത് കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ്, അതായത് കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുന്നത് ഈ മാക്സിമം പോസിബിൾ എനർജി ഡെൻസിറ്റിയിലെത്തുന്നത്. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്നും എന്തുണ്ടാവും, വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്യും. അതായത് നമ്മുടെ യൂണിവേഴ്സിനോട് ഈക്വാലൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ യൂണിവേഴ്സിലുള്ള എല്ലാ മാറ്ററുകളും ഒരു പർട്ടിക്കുലർ ഇതിൽ ഷ്രിങ്ക് ചെയ്തതിന് ശേഷം വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്ലാക്ക് ഹോളാവും നമ്മളുടെ പ്രപഞ്ചവും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരുപോലെ ആണ് അതിൻ്റെ പ്രവർത്തനം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവഞ്ച്വലി നമ്മൾ എന്ത് പറയും, നമ്മളൊരു ബ്ലാക്ക് ഹോളിൻ്റെ അകത്താണ് ജീവിക്കുന്നത് എന്ന് പറയും. പക്ഷേ ഇത്തരത്തിലുള്ള തിയറികളൊന്നും നമ്മൾ എന്താ പറയുക പേപ്പർ പബ്ലിഷ് ചെയ്തുകൊണ്ടൊന്നും ഒരു തിയറിയായി മാറുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാത്തമാറ്റിക്സിൽ ഇങ്ങനെ നമുക്ക് കുറേ ഗെയിമുകൾ കളിക്കാം എന്നുള്ളതല്ലാതെ അതിന് കുറേ സത്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഈ കോസ്മോളജി അല്ലെങ്കിൽ ഈ ഒരു മേഖല ബ്ലാക്ക് ഹോൾ എന്നുള്ളൊരു മേഖല നമുക്ക് എപ്പോഴും ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറേ തിയറികൾ തന്നുകൊണ്ടിരിക്കും. നാളെ അത് മാറ്റി പറയും, മറ്റന്നാൾ വീണ്ടും വേറെ പറയും. അപ്പോൾ അതൊരു രസകരമായിട്ടുള്ളൊരു ഫിസിക്സിൻ്റെ മേഖലയാണ്. നമുക്ക് ഒരുപാട് തിയറികൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി എന്താ പറയുക, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വേറെ ബിഗ് ബാങ് തിയറിയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു തിയറി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഡോണ്ട് ബൈ ഇറ്റ് ഫുള്ളി, ജസ്റ്റ് റീഡ് ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. എന്താ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കാണുക, അത് എൻജോയ് ചെയ്യുക, അവിടെ അവസാനിപ്പിക്കുക. അല്ലാണ്ട് ഇതൊന്നും സീരിയസ് ആയിട്ട് എടുത്ത് നാളെ ഇപ്പോൾ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നൊന്നും വിശ്വസിച്ചിരുന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ടൈം ട്രാവൽ ചെയ്യാൻ വരെ പറ്റുന്നതാണ് ഇപ്പോൾ സയൻസ് കമ്മ്യൂണിക്കേറ്റേഴ്സൊക്കെ പറയുന്നത്. ആസ് ഓഫ് നൗ പോസിബിൾ അല്ലാത്ത കുറേ കാര്യങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ. അതെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ സയൻസൊക്കെ ഇൻട്രസ്റ്റ് പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.